बच्चों, आज हम 5वीं कक्षा के तीसरा इकाई पढ़ने वाले हैं। तीसरा इकाई का नाम है पीपल दादी की कथा, अरियाल मुत्तश्ശിയുടെ कथा। इससे पहले उस चित्र को जरा देख लीजिए। देखिए उस चित्र में क्या क्या है, देख लीजिए। उस चित्र में पीपल का पेड़ है और चिड़िया है और बच्चे हैं। ये बच्चे क्या कर रहे हैं? देखिए, बच्चे उस पीपल पेड़ को सजा रहे हैं, है ना। तो इसके दाई के ओर 2 प्रश्न दिया है, देख सकते हैं आप। पीपल दादी क्यों हंस रही है और बच्चे क्यों सजा रहे हैं? पीपल दादी क्यों हंस रही है और बच्चे क्यों सजा रहे हैं? ये दोनों प्रश्न हमको दिया है, तो हम देखेंगे। उदिनूर गांव के बच्चे आज बहुत खुश है। कल पीपल दादी का जन्मदिन है। ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉദിനൂർ गांव के बच्चे आज बहुत खुश है। ഇവിടെ ഒരു ഗ്രാമത്തിൻ്റെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏത് ഗ്രാമമാണ്? किस गांव के नाम कहा है? उदिनूर गांव के बच्चे आज बहुत खुश है. ഇന്ന് ഉദിനൂരിലുള്ള കുട്ടികൾ വളരെ സന്തോഷത്തിലാണ്. എന്തെന്ന് വെച്ചാൽ कल पीपल दादी का जन्मदिन है. कल पीपल दादी का जन्मदिन है. നാളെ അരിയാൽ മുത്തശ്ശിയുടെ ജന്മദിനമാണ്. അതുകൊണ്ടാണ് ഉദിനൂർ ഗ്രാമത്തിലുള്ള കുട്ടികൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്നത്. तो इसमें 2 प्रश्न दिया है हमको, देख सकते हैं। पीपल दादी क्यों हंस रही है? अरियाल मुत्तശ്ശി എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? എന്തെന്ന് വെച്ചാൽ कल पीपल दादी का जन्मदिन है और बच्चे क्यों सजा रहे हैं? കുട്ടികൾ എന്തുകൊണ്ടാണ് പീപ്പിൾ ദാദി അരിയാൽ വൃക്ഷത്തെ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തെന്ന് വെച്ചാൽ നാളെ അരിയാൽ വൃക്ഷത്തിൻ്റെ ജന്മദിനമാണ്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ കഥ പറയാനുണ്ടാവും അല്ലേ? പക്ഷേ ഇവിടെ പീപ്പിൾ ദാദി അരിയാൽ വൃക്ഷത്തിനും തൻ്റെ ഒരു കഥ പറയാനുണ്ട്. നമുക്ക് അരിയാൽ വൃക്ഷത്തിൻ്റെ കഥ എന്താണെന്ന് നോക്കാം. പീപ്പിൾ ദാദിക്ക് കഥ, അരിയാൽ മുത്തശ്ശിയുടെ കഥ. मैं पीपल का पेड़ हूँ. मैं नहीं जानती कि मेरी आयु कितनी है, लेकिन मुझे याद है कई साल पहले किसी भले आदमी ने अगस्त के महीने में मुझे यहाँ लगाया था. हर साल इस गांव के लोग 1 अगस्त को मेरा जन्मदिन मनाते हैं. आज मैं बहुत खुश हूँ. ഇവിടെ അരയാൽ വൃക്ഷം പറയാണ്, തൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. मैं पीपल का पेड़ हूँ. ഞാൻ അരയാൽ വൃക്ഷമാണ്. मैं नहीं जानती, എനിക്കറിയില്ല. मेरी आयु कितनी है, എൻ്റെ വയസ്സ് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. लेकिन मुझे याद है, പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്. कई साल पहले, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, किसी भले आदमी ने, ഒരു നല്ല മനുഷ്യൻ, अगस्त के महीने में मुझे यहाँ लगाया था. ഒരു ഓഗസ്റ്റിലെ ഒരു മാസത്തിൽ ഒരു നല്ല വ്യക്തി എന്നെ ഇവിടെ നട്ടു. हर साल इस गांव के लोग 1 अगस्त को मेरा जन्मदिन मनाते हैं. എല്ലാ വർഷവും ഓഗസ്റ്റിൽ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ എൻ്റെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. आज मैं बहुत खुश हूँ. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് എന്ന് അരിയാൽ മുത്തശ്ശി പീപ്പിൾ ദാദി कहती है. तो यह है पीपल दादी की कथा. पीपल दादी की कथा क्या आपको पसंद आया है? ഇവിടെ ഇതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? പീപ്പിൾ ക്യോ ഖുഷ് ഹെ, അരിയാൽ എന്തുകൊണ്ടാണ് സന്തോഷത്തിലുള്ളത്? പീപ്പിൾ ക്യോ ഖുഷ് ഹെ,
എന്തുകൊണ്ടാണ് അരയാൽ വൃക്ഷം സന്തോഷത്തിലുള്ളത്? क्योंकि कल पीपल दादी का जन्मदिन है और बच्चे उस पीपल दादी को सजा रहे हैं, इसलिए पीपल दादी बहुत खुश है, क्योंकि पीपल दादी का जन्मदिन है कल। तो आपने पीपल दादी का कथा सुना है ना? तो आप भी अपना अपने बारे में बताना है, ठीक है? पीपल ने अपने बारे में बताया है, आप भी अपने बारे में बताए। അരയാൽ വൃക്ഷം തൻ്റെ കുറിച്ചിട്ട് തൻ്റെ കഥയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുറിച്ചും പറയണം. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്? ആപ്കാ നാം ക്യാ ഹെ, നിങ്ങളുടെ പേരെന്താണ്? ആയു കിത്നെ ഹെ, നിങ്ങളുടെ വയസ്സ് എത്രയാണ്? കഹാ രഹത്തെ ഹെ, എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? കിസ്കെ സാത്ത് രഹത്തെ ഹെ, ആരുടെ ഒന്നിച്ചാണ് നിങ്ങൾ താമസിക്കുന്നത്? മിത്ര കോൺ കോൺ ഹെ, നിങ്ങളുടെ കൂട്ടുകാർ ആരൊക്കെയാണ്? ഇതൊക്കെയാണ് നിങ്ങളുടെ കുറിച്ചിട്ട് ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ നിങ്ങൾ എഴുതേണ്ടത്. ഉദാഹരണമായിട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോ. मेरा नाम आरुषि है, मैं 11 साल की लड़की हूँ, मैं कासरगोड में रहती हूँ, मैं माताजी पिताजी और भाई के साथ रहती हूँ, अप्पू मेरा पिता रिजान आदि मेरे मित्र है. ഉദാഹരണത്തിന് രൂപത്തിൽ ഉദാഹരണമായിട്ട് ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോ. മേരാ നാം ആരുഷി ഹെ, എൻ്റെ പേര് ആരുഷി എന്നാണ്. मैं 11 साल की लड़की हूँ, ഞാൻ 11 വയസ്സുള്ള പെൺകുട്ടിയാണ്. मैं കാസർഗോഡ് में रहती हूँ, ഞാൻ കാസർഗോഡിലാണ് താമസിക്കുന്നത്. മാതാജി പിതാജി और भाई के साथ रहती हूँ, ഞാൻ അച്ഛൻ അമ്മ സഹോദരൻ്റെ ഒപ്പമാണ് ഞാൻ താമസിക്കുന്നത്. അപ്പു മീര ഫിദ റിസൻ ആദി മേരെ മിത്ര ഹെ, അപ്പു മീര ഫിദ റിസൻ ഇവരൊക്കെയാണ് എൻ്റെ കൂട്ടുകാർ എന്നിവിടെ ആരുഷി തൻ്റെ കുറിച്ചിട്ട് പറയാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കുറിച്ചിട്ട് ആ ബോക്സിൽ എഴുതുക. के जन्मदिन में उदिनूर गांव में सब कहीं उत्सव का धूमधाम है, रंग बिरंगे गुब्बारे तोरण आदि से मैदान सजाया है, പോസ്റ്റർ भी लगाया है. ഇവിടെ അരയാൽ വൃക്ഷത്തിൻ്റെ ജന്മദിനമായതുകൊണ്ട് പല നിറത്തിലുള്ള ബലൂണുകളും തോരണങ്ങളും കൊണ്ട് മൈതാനം അലങ്കരിച്ചിട്ടുണ്ട്. പോസ്റ്ററും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പോസ്റ്റർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. पीपल दादी का जन्मदिन समारोह 1 अगस्त शुक्रवार सुबह 9 बजे उदिनूर मैदान में सबका स्वागत है. ഇവിടെ അരയാൽ വൃക്ഷത്തിൻ്റെ ജന്മദിനമായിട്ട് ഒരു പോസ്റ്റർ നൽകിയിട്ടുണ്ട്. പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് നോക്കിക്കോ. പീപ്പിൾ ദാദി കാ ജന്മദിൻ സമാരോഹ് 1 ഓഗസ്റ്റ്, അരയാൽ വൃക്ഷത്തിൻ്റെ ജന്മദിനം ഓഗസ്റ്റ് 1 ശുക്രവാർ, സുബഹ് 9 ബജെ രാവിലെ 9 മണിക്ക്, ഉദിനൂർ മൈതാൻ മേ ഇവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഉദിനൂർ മൈതാൻ മേ സബ്കാ സ്വാഗത് ഹെ, എല്ലാവരെയും ഇവിടെ ഈ അരയാൽ വൃക്ഷത്തിൻ്റെ ജന്മദിനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. സബ്കാ സ്വാഗത് ഹെ. ഇതേപോലെ നിങ്ങളും ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കോ. नेक्स्ट, स्वतंत्रता दिन समारोह के लिए പോസ്റ്റർ बनाए. എങ്ങനെയാണോ പീപ്പിൾ ദാദിയുടെ ജന്മദിനത്തിൽ പോസ്റ്റർ കൊടുത്തിരിക്കുന്നത് അതേപോലെ നിങ്ങളും സ്വാതന്ത്ര്യ ദിനത്തിലേക്കുള്ള ഒരു പോസ്റ്റർ ചെയ്യാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. സ്വതന്ത്രതാ ദിൻ സംബന്ധി ശീർഷക് ഹെ, ഒരു നല്ല ഹെഡിങ്ങും കൊടുക്കണം. താരീഖ് ഓർ സ്ഥാൻ ഹെ, തീയതിയും എവിടെ വെച്ചിട്ടാണ് സ്വതന്ത്രതാ ദിൻ സമാരോഹം നടത്തുന്നത് അവിടെ പ്ലേസും കൊടുക്കണം. ഉചിത് ചിത്ര കീഞ്ച ഹെ, നല്ല ഒരു ചിത്രവും വരക്കണം. ആകർഷകമായിരിക്കണം, പോസ്റ്റർ ആകർഷകമായിരിക്കണം. ഇതേപോലെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോ.
स्वतंत्रता दिन समारोह 15 अगस्त सोमवार सुबह 10 बजे MHSS പുത്തികെ സബ്കാ സ്വാഗത്. ഇതൊരു പോസ്റ്ററിൻ്റെ ഒരു മോഡലാണ്. ഇതേപോലെ നിങ്ങളും സ്വാതന്ത്ര്യതാ ദിനത്തിലേക്കുള്ള ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. तो हम अगले कक्षा में फिर मिलेंगे. धन्यवाद.